ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിന്നാണേ. അതൊക്കെയാണേ. അപ്പോൾ എങ്ങനെയുണ്ട് മാജിക്ക് നമ്മുടെ ഗെയിം? അടിപൊളിയല്ലേ? നീ എപ്പോഴും ഈ ഓയിൽ വെച്ച് കുത്തിക്കുത്തിരിക്കണേ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് ചെയ്യണതാണ്. നീ അങ്ങനെ എന്നെ കളിയാക്കല്ലേ. എന്തായാലും നീ പറഞ്ഞ കറക്റ്റാ. ഈ കുട്ടികളൊക്കെ മൊബൈലിൽ ഇപ്പോൾ അഡിക്റ്റ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ കുട്ടികളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വേണ്ടിയൊക്കെ പറ്റിയൊരു പസിൽ ഗെയിമാണ് ഇത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. അമ്മമാർ പ്രത്യേകിച്ച് ഇത് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവർ പിന്നെ മൊബൈൽ വേണമെന്നേ പറയില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് വരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ ഈ ഒരു പസിൽ ഗെയിം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് സമചതുരമായിട്ട് മുറിക്കുക. ഇത് ഒറ്റ പീസ് മുറിച്ചെടുത്താൽ മതി. അതിൽ ഒരു വെള്ള പേപ്പറോ അല്ലെങ്കിൽ വെള്ള പെയിൻറ്റോ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വെള്ള പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 4 വശത്തും കുറച്ച് ഒരു 2-3 പീസായിട്ട് ചെറിയ സ്ട്രിപ്സായിട്ട് ഈ കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 2-3 എണ്ണം അടുക്കി വെച്ചിട്ട് ഒരു ഇത്തിരി ഉയർത്തി വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലിലൂടെയും വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കുക. നടുക്കുള്ള സ്പേസിൽ നമ്മൾ ചെറിയ റൗണ്ട്, വലിയ റൗണ്ട് ഈ കാണുന്ന പോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരക്കുന്നത്. നിങ്ങൾക്ക് കോമ്പസോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ റൗണ്ടിൻ്റെയും ഒരു സൈഡിൽ ഓപ്പണിംഗ് ആയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഓപ്പണിംഗ് വെക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ഈ ഓരോ റൗണ്ടും നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ തന്നെ അല്ലെങ്കിൽ സാധാരണ പേപ്പർ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഓരോ റൗണ്ടിലും ആ ഓപ്പണിംഗ് വരുന്ന ഭാഗം ഒഴികെയുള്ള സ്ഥലങ്ങളിലായിട്ട് ഇത് നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കണം. ഇതിൽ കാണുന്ന പോലെ ഓപ്പണിംഗ് ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗങ്ങളിൽ ഇത് നന്നായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്യുക. ഇതിലെല്ലാ റൗണ്ടിലും ഇതുപോലെ പേപ്പർ ഒട്ടിച്ച് ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ പേപ്പർ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലും മറ്റാ വെള്ള ഭാഗം കാണുന്നവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുകയോ വല്ലതൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിനകത്ത് നമുക്കിട്ട് കളിക്കാനുള്ള മുത്തുണ്ട്. അത് നമ്മൾ ചെറിയ മുത്ത് എടുത്തിട്ട്, ഞാനിവിടെ 3 മുത്തെടുത്തിട്ടുണ്ട്, അതാണ് അതിനകത്ത് ഇടുന്നത്. എന്നിട്ട് ഈ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു OHB ഷീറ്റ് ഒട്ടിച്ചെടുക്കാം. അത് 4 വശവും നന്നായിട്ട് സീൽ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ കളിക്കാം. അപ്പോൾ നല്ലൊരു ടൈം പാസ്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.